അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്ര വിജയശങ്കറോട് ചോദിക്കുകയാണ് കേട്ടോ, എനിക്ക് ഒരു ദിവസം പോലും അവിടെ കഴിയാൻ പറ്റില്ല വിജയേട്ടാ, എനിക്കതുകൊണ്ട് ജാമ്യം കിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും നിനക്ക് ജാമ്യം കിട്ടുമെന്ന് വിജയശങ്കറിൻ്റെ കൂടെയുള്ള ആൾ പറയണം കേട്ടോ. അതേസമയം വിജയശങ്കർ ജഡ്ജിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അച്ചു അതേപോലെ ചന്ദ്രയെ കൊണ്ടുവന്നിരിക്കണം. അവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ എന്തായാലും തൻ്റെ ഭർത്താവ് തനിക്ക് ജാമ്യം വാങ്ങിത്തരും എന്നുള്ള അതിയതായ കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ കേസിൻ്റെ ഫയലുകളെല്ലാം ജഡ്ജിയുടെ മുൻപിലേക്ക് വെക്കുകയാണ്. അതേസമയം അവരെ ഞെട്ടിച്ചുകൊണ്ട് അർച്ചനയും ദീപ്തിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അവരെ കണ്ടതും തന്നെ ഇവരുടെ മുഖം അങ്ങനെ ഇവർക്ക് എന്താ ഇവിടെ കാര്യം എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ചന്ദ്രയും വിജയശങ്കറും. പക്ഷേ അർച്ചന മുകുന്ദനെ കുടുക്കിയ പോലെ തന്നെ ഒരു പഴുതുകളില്ലാതെ തന്നെ ചന്ദ്രയെ കൊടുക്കണം, ചന്ദ്രയാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ടും അറിയും. അതിന് വേണ്ട തെളിവുകളുമായിട്ട് ജഡ്ജിയുടെ മുമ്പിൽ വരികയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രയുടെ ജാമ്യാപേക്ഷ തള്ളുകയാണ്. അതിന് വേണ്ടതായ തക്കതായ കാരണങ്ങൾ അർച്ചന പറയണം കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ആകെ മൊത്തം എന്ത് ചെയ്യണമെന്നറിയില്ല കേട്ടോ. വിജയേട്ടനും കൂടി ചേർന്നിട്ടാണോ എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം പോലീസുകാരോട് അച്ചു പറയും, അവരെ പിടിച്ച് ജീപ്പിലാക്ക്, നീ കൂടുതൽ സംസാരിക്കാൻ നിർത്തണ്ട എന്ന് പറയുന്നുണ്ടോ. ഒരു ദിവസം പോലും കഴിയാൻ പറ്റാതെ 4 ദിവസം കഴിഞ്ഞിട്ടേ ഇനി കോടതിയുള്ളൂ, അന്ന് തീരുമാനിക്കുക എന്നാണ് ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യും വിജയേട്ടാ, നിങ്ങൾ അർച്ചനയുടെ കൂടെ ചേർന്നിട്ടാണോ എന്നെ ഈ ചതി ചെയ്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതൊന്നും കേൾക്കാതെ പോലീസുകാർ ജീപ്പിനകത്തേക്ക് ചന്ദ്രയെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അതിനുശേഷം വിജയശങ്കർ ആകെ നാണം കെട്ടിട്ട് അർച്ചനയുടെ മുമ്പിൽ വന്നിട്ട് പറയാണ്, നീ വിജയിച്ചു എന്ന് നീ കരുതണ്ട, പക്ഷേ എൻ്റെ ഭാര്യയെ നീ ഈ ജയിലിൽ കഴിയാനുള്ള അവസരം ഉണ്ടാക്കി, അതിന് നിനക്കും നിൻ്റെ ദീപ്തിക്കുമുള്ള പങ്ക് ഞാൻ തരുന്നുണ്ട് എന്ന് പറയണം കേട്ടോ. അർച്ചനയ്ക്ക് തെല്ലും കൂസലില്ലാതെ അർച്ചന പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ ചെയ്തതിനുള്ള ശിക്ഷ മാത്രമേ ഇതായിട്ടുള്ളൂ, ഇത് സാമ്പിളാണ്, ഇനി വരാൻ പോണതേ ഉള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അർച്ചന പ്രൗഡോടുകൂടി നിന്നിട്ടാണ് വിജയശങ്കറോട് സംസാരിക്കുന്നത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?